സുധേട്ടാ, എവിടെ മരുന്നെടുത്തൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോയത്? ഞാനേ ആ പലചരക്കടക്കാരൻ പുണ്യാരുടെ കടയിലേക്ക് വീട്ടിലേക്ക് വേണ്ട ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു സുധിയെ, അത് കൊടുക്കാൻ വേണ്ടി പോയത്. തുമ്മുമ്പോഴേ ഒന്നെങ്കിൽ കൈ ഇങ്ങനെ വെക്കണം മൂക്ക്, അല്ലെങ്കിൽ ടവലുണ്ട് മൂക്ക് പൊത്തി പിടിക്കണം. ടവലെടുത്തില്ല. എനിക്ക് കോവിഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല, അന്ന് എല്ലാവർക്കും മാസ്ക് ഉണ്ടായിരുന്നല്ലോ. മാസ്ക് എടുക്കട്ടെ. ഓ അന്നൊക്കെ ബുദ്ധിമുട്ടുള്ള ഈ മാസ്ക് ആയിട്ട് പോയി കിട്ടിയപ്പോ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ. ഇത് 1 വീതം 2 നേരം. അതൊക്കെ അറിയാം, അവർക്ക് അറിയാം. ഇത് 1 വീതം 4 നേരം. ഇത് ആന്റിബയോട്ടിക് ആണ്. ഇത് കൃത്യമായിട്ട് കഴിക്കണം, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ആന്റിബയോട്ടിക് കറക്റ്റ് കഴിക്കണം, കോഴ്സ് പൂർത്തിയാക്കണം കേട്ടോ. ഇതാണ് നിങ്ങളെ ചീട്ട്. ഇത് ബില്ല് 436. അവിടെ വെച്ചോളി, ഞാൻ എടുത്തോളാം. അവിടെ വെച്ചോളി. ഇവിടെ ചേഞ്ച് ഇല്ല. 36 രൂപ സുധീനെടുത്ത് കൊടുത്തിട്ടാ മതി കേട്ടോ. എടുത്ത് കൊടുത്തേക്കാം. കറക്റ്റായിട്ട് കഴിക്കണം കേട്ടോ. ആന്റിബയോട്ടിക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. എന്താ അങ്ങനെ തുമ്മണ് ചങ്ങായി? എന്താ മരുന്നൊക്കെ ആയിട്ട് എത്ര ദിവസമായി അറിയിക്ക ഈ തുമ്മലും ശ്വാസമുട്ടലും പിന്നെ ചുമ പിന്നെ ഇവിടെ ഒക്കെ ഭയങ്കര വേദന. അപ്പൊ ഞാൻ നമ്മുടെ അവിടുത്തെ ഡോക്ടറെ ഒന്ന് പോയി കണ്ടു. അപ്പൊ മൂപ്പര് കുറച്ച് മരുന്ന് എഴുതി തന്ന, അപ്പൊ അത് മേടിക്കാൻ. അൽഹംദുലില്ലാ. അപ്പൊ ആനക്കിപ്പൊ ഈ തുമ്മല് മാറാനാണ് ഇപ്പൊ കണ്ട മരുന്നൊക്കെ ഈ വാങ്ങിയേക്കണേ? ആനയൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞു, ഇപ്പൊ രണ്ടാമത് അതന്നെ എഴുതിയേക്ക. വല്ല പ്രാന്തണ്ടാ സൂതാനക്ക് ഉണ്ടോ? ഏടോ ചെങ്ങായി, കാലാവസ്ഥയില് വായുവിന്റെ മർദ്ദത്തില് മാറ്റം വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ച് മാറ്റം വരുന്നേ. അപ്പോഴാണ് ഈ തുമ്മലും ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണേ. എന്നിട്ട് എന്തൊക്കെ ചുമക്കാത്തൊക്കെ മനുഷ്യനല്ലേ? ഈ കാലാവസ്ഥ വ്യതിയാനൊന്നും ഇല്ലെന്ന് അറിയില്ല, അതുകൊണ്ട് പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവില്ല. എന്താ ചെയ്യുന്നത്? ഏടോ എന്റെ ശരീരത്തിലുള്ള ക്രോമസോം അല്ല എന്റെ ശരീരത്തിലെ ക്രോമസോം. എന്റെ ക്രോമസോമിന്റെ അളവല്ല എന്റെ ശരീരത്തിലെ ക്രോമസോമിന്റെ അളവ്. പല അളവാണ്. ഇപ്പൊ ഈ ആന്റിബയോട്ടിക് തന്നിട്ടുണ്ട്. ആന്റിബയോട്ടിക് ഉണ്ട്. കഴിക്കരുത്. അല്ലേക്ക് അത് കഴിക്കാനുള്ളതാണ് ഡോക്ടർ എഴുതിയത്. ഏടോ ചെങ്ങായി, അതവര് അൽഹംദുലില്ലാ ഇതൊക്കെ അവര് തരും. കഴിക്കാണ്ടിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. എന്താ സംഗതി ചെണ്ടോ? അത് അവരുടെ കച്ചവടമാണ്. ഈ ആന്റിബയോട്ടിക് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിന്റെ ഉള്ളില് പനി ഉണ്ടാക്കാനുള്ള അണുക്കളുണ്ട്. അത് കംപ്ലീറ്റ് വയറിൽ അങ്ങോട്ട് ചത്തടയും. ചാവണല്ലോ, അതിനല്ലേ ഈ മരുന്ന് തരുന്നുണ്ട്. അതല്ലാന്ന് വയറ്റിലത് ചത്തടിഞ്ഞിട്ടുണ്ടെങ്കില് വയറ് കേടുവരും. വയറ് കേടുവന്ന പിന്നെ പല ജാതി അസുഖ. ഈ അണുക്കളൊക്കെ ചത്ത് വയറ്റ് കിടന്നൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. എന്നാ എന്റെ തുമ്മലായിട്ട് എന്നിട്ട് പറയാ. അതെ, ഇപ്പൊ ഈ ആന്റിബയോട്ടിക് കഴിക്കൂല അയ്യേ. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വൃക്കുണ്ടല്ലോ കിഡ്നി, അത് കേടുവരും. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ബോധം എനിക്ക് ഉണ്ടാവണം. ഇജ്ജിപ്പൊ കൊടുത്തതാണത്. അപ്പൊ ഈ സാധനം അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ചൂടുവെള്ളം കുടിക്കുക. അതങ്ങോട്ട് കൊടുത്തിട്ട് നല്ലോണം ചൂടുവെള്ളം കുടിക്കുക. ചൂടുവെള്ളം കുടിച്ച് പടത്തോനോട് അങ്ങോട്ട് ദുആ ചെയ്യുക. ഒക്കെ അങ്ങോട്ട് മാറും. ഇല്ലാണ്ട് എന്താ? ശരി. അതെ, ഇപ്പൊ ഒരു ആശ്വാസം ഉണ്ട്, കുറവുണ്ട്. തുമ്മലുണ്ടാവും, കുറെ പ്രസംഗം കേട്ടല്ലേ. ഈ മരുന്ന് എടുത്തിട്ടേ ആ പൈസ കിട്ടുക. മരുന്ന് വേണ്ട. ഒരു കാര്യം ഞാൻ പറയാ, വെറുതെ വേണ്ടാത്ത കേട്ടിട്ട് നിങ്ങളെ ആരോഗ്യം കേടി നിൽക്കണ്ട കേട്ടോ. ഇതൊക്കെ കുഴപ്പമില്ല. ഇപ്പൊ ഉറപ്പാണല്ലോ? ഒരു കുഴപ്പമില്ല. ശരി, വെറുതെ എന്തിനും ആ 100 രൂപ കൊണ്ട് അടിക്കും. നമ്മളെ സൂക്ഷിച്ചാൽ നമ്മുടെ ശരീരം അത് നല്ലതാ. നല്ല ആക്കണ്ട ചെല്ലി പഠിച്ചോളൂ. വീട്ടിലെത്തണ വരെ തുമ്മിക്കോളി.